നമസ്കാരം. ഇന്ന് ഈ 31-ാം വോള്യത്തില് ഗ്രഹങ്ങളുടെ ഇന്ദ്രിയാധിപത്യത്തെയാണ് പറയുന്നത്. സ്പർശം, രസം, ഗന്ധം, രൂപം, ശബ്ദം എന്നിവയാവുന്ന ഇന്ദ്രിയങ്ങളുടെ അനുഭവം. പ്രപഞ്ചാരംഭത്തിൽ ആകാശമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കാരകത്വം വ്യാഴത്തിനാകുന്നു. ആകാശത്തിൽ നിന്ന് വായുവുണ്ടായി, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടായി. ഇങ്ങനെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുണ്ടായി. ആകാശത്ത് എന്ത് സംഭവിച്ചാലും അത് പലവിധ പരിണാമങ്ങളിലൂടെ കടന്ന് ഭൂമിയിൽ വന്ന് എല്ലാ ജന്തുസസ്യാദികളിലും ബാധിക്കും. ആകാശത്തിനും മറ്റു 4 ഭൂതങ്ങൾക്കും വ്യാഴമാകുന്നു കാരകം. ഇങ്ങനെ ശബ്ദം, രൂപം, ഗന്ധം, രസം, സ്പർശം എന്നീ 5 ഇന്ദ്രിയങ്ങൾക്കും അധിപനാവുന്നു വ്യാഴം. ശുക്രന് ത്വക്ക്, ജിഹ്വ, രസം, നാവ്, മൂക്ക്, കണ്ണ് എന്നിവയ്ക്ക് അധിപനാകുന്നു. ചൊവ്വ ത്വക്ക്, നാവ്, നാസിക എന്നിവയ്ക്കും അധിപതിയാവുന്നു. ബുധന് ത്വക്ക്, നാവ് എന്നിവയ്ക്ക് അധിപതിയാവുന്നു. ശനിക്കും ത്വക്കിന്റെ അധിപതിയാവുന്നു. ഇങ്ങനെ പറഞ്ഞതിൽ ബലമുള്ള വ്യാഴം ലഗ്നത്തിലോ 5-ലോ 9-ലോ എന്നാൽ ആ ജാതനം പഞ്ചേന്ദ്രിയങ്ങളുടെയും അനുഭവം പൂർണ്ണമായി ഉണ്ടാകും. ശുക്രൻ ലഗ്നത്തിലോ 7-ലോ നിന്നാൽ ജാതനം സ്പർശം, രസം, മണം, കണ്ണ് എന്നിവയെല്ലാം പ്രകാശിക്കും. ചൊവ്വ ലഗ്നത്തിലോ 6-ലോ 7-ലോ 10-ലോ നിന്നാൽ സ്പർശം, രസം, ഗന്ധം എന്നിവ നന്നായി അനുഭവിക്കാനാകും. ബുധൻ ലഗ്നത്തിലോ 7-ലോ നിന്നാൽ സ്പർശം, രസം എന്നിവ നന്നായി അനുഭവിക്കാനാകും. ശനി ലഗ്നത്തിലോ 7-ലോ 12-ലോ 4-ലോ നിന്നാൽ സ്പർശാനുഭവം നന്നായി ഉണ്ടാകും. ഇവിടെ പറഞ്ഞത് സാമാന്യം ബലമുള്ള ഗ്രഹങ്ങളുടെ ഇന്ദ്രിയാധിപത്യമാണ്. ബലം കുറഞ്ഞ ഗ്രഹങ്ങൾക്ക് ഇന്ദ്രിയങ്ങളുടെ ബലം കുറവായിരിക്കും. ലഗ്നത്തിലേക്കും ലഗ്നാധിപൻ ദൃഷ്ടിയും യോഗവും ഉള്ള ഗ്രഹങ്ങളുടെ ഇന്ദ്രിയാനുഭവം ജാതന കൂടുതലായി അനുഭവിക്കാൻ സാധിക്കും. ഗ്രഹങ്ങൾ ലഗ്നത്തിലേക്കോ ലഗ്നാധിപനെയോ നോക്കാം, അപ്പോഴാണ് അനുഭവം ഉണ്ടാവുക. ഗ്രഹങ്ങളുടെ ഇന്ദ്രിയാധിപത്യം തന്നെ അവരുടെ രാശികൾക്കും പറയും. അതായത് മീനത്തിനും ധനുവിനും 5 ഇന്ദ്രിയങ്ങളുടെയും കാരകത്വം പറയും. ഇടവത്തിനും തുലാത്തിനും കേൾവി ഒഴിച്ചുള്ള 4 അനുഭവങ്ങളും പറയും. മേടം, വൃശ്ചിക രാശികൾക്ക് ചൊവ്വ, കേൾവി, കണ്ണ്, കാഴ്ച എന്നീ 2 ഇന്ദ്രിയങ്ങൾ ഒഴിച്ചുള്ള 3 ഇന്ദ്രിയങ്ങളുടെയും കാരകത്വം പറയും. ഈ രാശികളിൽ വ്യാഴമോ ശുക്രനോ നിന്നാൽ കണ്ണിന് പുഷ്ടി ഉണ്ടാകും. കേൾവി മെച്ചപ്പെടണമെങ്കിൽ വ്യാഴത്തിന്റെ ശബ്ദകാരകത്വം കൂടി വേണം. ഈ വിധം തുലാം രാശിയത്തിന് ശുക്രന് വ്യാഴത്തിന്റെ സംബന്ധം കൊണ്ട് കാഴ്ച പുഷ്ടിപ്പെടുന്നു. കുറവുള്ളത് വ്യാഴം കൊണ്ട് നികത്തണം. ഒന്നിൽ നിന്ന് വ്യാഴത്തിന്റെ സ്ഥിതി, ദൃഷ്ടി, അതല്ലെങ്കിൽ അംശകം എന്തെങ്കിലും ഏതെങ്കിലും ഒന്നുണ്ടാവും. ഏതെങ്കിലും ഒരു അംശം. ഈ വിധം തുലാം രാശിയത്തിന് ശുക്രന് വ്യാഴത്തിന്റെ സംബന്ധം കൊണ്ട് കാഴ്ച പുഷ്ടിപ്പെടുന്നു. ഈ വിധം ചിന്തിച്ചാൽ ശനിയുടെ കാരകത്വങ്ങൾ സ്പർശനം മാത്രമാണ്. മറ്റുള്ള 4-നും വിലക്കുറവാണ്. ചെവി കേൾക്കായക, കണ്ണ് കാണായക, മണം അറിയായക, രസം കൃത്യമായി അറിയായക നിസ്സർഗമായി തന്നെ ഉണ്ടാകും. എന്നാൽ ശുക്രദൃഷ്ടി, യോഗം, അംശകം തുടങ്ങിയ ബന്ധമുണ്ടെങ്കിൽ കാഴ്ച കൂടാതെയുള്ള 4 ഇന്ദ്രിയങ്ങളും പുഷ്ടിപ്പെട്ടിട്ടുണ്ടാകും. അതിനാൽ ഏത് രാശി ജാതനും വ്യാഴം സംബന്ധമുണ്ടായാൽ പഞ്ചേന്ദ്രിയങ്ങളും പുഷ്ടിപ്പെട്ടിട്ടുണ്ടാകും. ഏതെങ്കിലും രാശിക്കാർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഏതിന്റെയെങ്കിലും കുറവുണ്ടെങ്കിൽ വ്യാഴഹോര, വ്യാഴാഴ്ച, വ്യാഴാപഹാര ചിത്രകാലങ്ങൾ, വ്യാഴ ദശാകാലങ്ങളിലും രോഗശാന്തി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. വ്യാഴം ബലം കുറഞ്ഞിരുന്നാൽ മറ്റു രാശികൾക്ക് കുറവുള്ള ഇന്ദ്രിയങ്ങൾ പുഷ്ടിപ്പെടുവാൻ സാധിക്കില്ല എന്നും ചിന്തിക്കാവുന്നതാണ്. അതാണ് ശുഭഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ച് വ്യാഴത്തിനും ശുക്രനും ബലമുണ്ടാവുകയും ലഗ്നത്തിലോ ലഗ്നാധിപനെ നോക്കുകയോ യോഗം ചെയ്യുകയോ വേണം. എന്നാൽ 5 ഇന്ദ്രിയങ്ങൾക്കും ബലമുണ്ടാകും. സൂര്യനും ചന്ദ്രനും ഈ 5 ഇന്ദ്രിയങ്ങൾക്കും ബലം നിസ്സർഗമായി തന്നെ ഉണ്ടാകും. യോയോ ഭാവ എന്നുള്ള സാമദൃഷ്ടി വിഭാവം എന്നുള്ള ശ്ലോകത്തിലേക്ക് ചിന്തിച്ചാൽ ഏറ്റവും കുറഞ്ഞ ഇന്ദ്രിയ ഗുണമുള്ള രാശിക്കും ഗ്രഹങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങളുടെയും പുഷ്ടി 2-3 വരെ ഇരുട്ടി ഉണ്ടാകുമെന്ന് ചിന്തിക്കാം. ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ആധിപത്യം അല്ലെങ്കിൽ സ്വാധീനം പല ഗ്രഹങ്ങൾക്കും പല വിധത്തിലാണ്. 5-നും 5 വിധത്തിലാണ്. സൂര്യനും ചന്ദ്രനും ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും കാരകത്വം. അവർക്ക് നിസ്സർഗമായിട്ട് തന്നെ എല്ലാം ഉണ്ടാവും. അപ്പൊ അവരുടെ യോഗം കൊണ്ടായാലും മറ്റു ഗ്രഹങ്ങളിലോ രാശികളിലോ ഈ വ്യാഴം, ശുക്രൻ, അതുപോലെ സൂര്യൻ, ചന്ദ്രനൊക്കെ ഇരുന്നാൽ പഞ്ചേന്ദ്രിയങ്ങളും നല്ല ബലപ്പെട്ടിരിക്കും. അപ്പോ പുഷ്ടി ഉണ്ടെങ്കിൽ മാത്രമേ വളരെ നിസ്സർഗമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാവുകയുള്ളൂ.
അതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങൾക്ക്, അത് പഞ്ചേന്ദ്രിയങ്ങളിൽ കുറവുള്ള ഗ്രഹങ്ങൾക്ക് മറ്റുള്ള ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ അംശമോ ഉണ്ടെങ്കിൽ ആ ഭാവത്തിനോ അല്ലെങ്കിൽ ആ രാശിക്ക് അല്ലെങ്കിൽ ആ ഗ്രഹത്തിന് അതിന് കുറവുള്ള പഞ്ചേന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളുടെയും കൂടെ അനുഭവം ഉണ്ടാകാൻ യോഗം ഉണ്ടാകും. ഇങ്ങനെ ഇതുകൊണ്ട് ഇതുവരെ പറഞ്ഞ കൃഷ്ണത്തിലെ 1, 2, 3, 4 അധ്യായങ്ങളുടെ ചുരുക്കത്തിലുള്ള ആശയത്തിനും ഇതുവരെ 31 പിന്നെ വോളിയത്തിൽ പറഞ്ഞു. നമസ്തേ.